ഇന്ന് നമുക്ക് ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഒരു സ്റ്റീലിൻ്റെ ഉരുളിയാണ് വെച്ചിട്ടുള്ളത്. അത് ചൂടായതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമ്മൾ സവാള ഇട്ടിട്ട് ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. 4 മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റുക. അത് വഴന്ന ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് അത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും, അതും കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പൊടികൾ ചേർക്കുവാണ്. മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ അത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വഴന്ന ശേഷം പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 1/2 കിലോളം ചെമ്മീൻ ചേർത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് വേവിക്കാവുന്ന, ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 7 മിനിറ്റോളം മതിയാവും ചെമ്മീൻ വേകാനായിട്ട്. നമ്മൾ 7 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് കുറച്ച് വേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് കുറച്ച് ഗ്രേവി എടുത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ചോറിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ ഗ്രേവിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെയും ചോറിട്ടിട്ട് നമുക്ക് ദമ്മിടാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും പുതിനയില ഉണ്ടെങ്കിൽ പുതിനയിലയും നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മുകളിൽ വിതറാം. പിന്നെ കുറച്ച് നെയ്യ്, ഒരു ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ ഒക്കെ നെയ്യ്, അത് എത്രത്തോളം വേണമെന്ന് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി അത് നന്നായിട്ട് മൂടി വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റുള്ളൊരു ഐറ്റം അതിൻ്റെ മുകളിൽ വെച്ച് ദമ്മിടാം. ഒരു 10-15 മിനിറ്റോളം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഏതാണ്ട് നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കേണ്ട, ചെറിയ രീതിയിൽ മതി. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.